മത്സ്യഗവ്യം അഥവാ ഫിഷ് അമിനോ ആസിഡ് നമുക്ക് സസ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാം തരം ഒരു കീടനാശിനിയും കൂടിയാണ്. അതോടൊപ്പം തന്നെ ഒരു ഹോർമോണാണ്. അതോടൊപ്പം തന്നെ അതൊരു വളമാണ്. 3-in-1 എഫക്റ്റ് ഉള്ള ഒരു സാധനമാണ് ഫിഷ് അമിനോ ആസിഡ്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ മത്തി, നല്ല മത്തി കിട്ടുമ്പോൾ 1 കിലോ മത്തി വാങ്ങിക്കുക, അത് ചെറുതായിട്ട് നുറുക്കുക, ഒരു ഗ്ലാസ് ഭരണിയിലിടുക. അതിലേക്ക് നമ്മുടെ ശുദ്ധമായ ശർക്കര 1 കിലോ തന്നെ ശർക്കര മത്തി അടുക്കടുക്കായിട്ട് ആ ഭരണിയിൽ നിന്ന് ഇറക്കുക. ഒരു 21 ദിവസം അത് അതിൻ്റെ മൂടി തുണി കൊണ്ട് മാത്രം മൂടിക്കെട്ടണം. തുണി കൊണ്ട് എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ ജീർണിക്കുമ്പോൾ അതിനകത്ത് ഗ്യാസ് പോകും. പിന്നെ ഈച്ച കൊതുകൊന്നും മുട്ടയിടാതിരിക്കാൻ 21 ദിവസം കഴിഞ്ഞിട്ട് ഇത് പിഴിഞ്ഞരിച്ച് എടുത്തു വെച്ചാൽ ഇത് നമുക്ക് അത്യാവശ്യം പച്ചക്കറികൾക്കും നമ്മുടെ ചെടികൾക്കും ഒക്കെ വരുന്ന പലതരം കീടങ്ങൾക്കെതിരെ ഉപയോഗിക്കാം. അതേസമയം അതൊരു വളമായിട്ട് ഉപയോഗിക്കാം. അതേസമയം തന്നെ ഇതൊരു ഹോർമോണായിട്ട്, ഈ പൂക്കളൊക്കെ ഉണ്ടാവാനുള്ള ഹോർമോൺ പോലെയായിട്ടും പ്രവർത്തിക്കും. ഇപ്പൊ പച്ചക്കറികളിലൊക്കെ തളിച്ചു കൊടുത്താൽ ധാരാളം പൂക്കൾ ഉണ്ടാവും. അതേപോലെ തന്നെ പച്ചക്കറികൾ തളിച്ചു കൊടുത്താൽ ചാഴി പോലെയുള്ള സംഗതികൾക്ക് പ്രയോജനം ചെയ്യും. ചാഴിയെ തുരത്താനുള്ള ഒന്നാം തരം ഒരു സാധനമാണ് ഫിഷ് അമിനോ ആസിഡ്. നെല്ലിലെ ചാഴിക്കും ഇത് ഉപയോഗിക്കാം. നെല്ലിലെ ചാഴിക്ക് കുടവാകുന്ന സമയത്ത് കീടനാശിനി അടിച്ചു കഴിഞ്ഞാൽ നെല്ലിൽ വിഷമുണ്ടാവും. നെല്ല് ഗ്രെയിൻസിനകത്ത് വിഷമുണ്ടാവും. അപ്പൊ അങ്ങനെ വിഷമില്ലാതെ നമുക്ക് ചാഴിയെ തുരത്താൻ ഉത്തമ മാർഗമാണ് ഫിഷ് അമിനോ ആസിഡ്. നെൽകൃഷിക്കാർക്കും പച്ചക്കറി കൃഷിക്കാർക്കും പൂക്കൃഷിക്കാർക്കും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു ഒന്നാം തരം സാധനമാണ് ഫിഷ് അമിനോ ആസിഡ്. തീർച്ചയായിട്ടും എല്ലാവരും ഫിഷ് അമിനോ ആസിഡ്, അതിന് അളവുണ്ട്. ഇപ്പം പച്ചക്കറിക്കൊക്കെ ആണെങ്കിൽ ഒരു 2 മില്ലി 1 ലിറ്റർ വെള്ളം എന്നാണ്. അതേസമയം നെല്ലിന് ഉപയോഗിക്കാൻ നമുക്കൊരു 10 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ഉപയോഗിക്കാം. അപ്പൊ ചെടിയുടെ വലിപ്പവും കരുത്തും അനുസരിച്ച് ഇതിന്റെ വീര്യം വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പൊ 1 ലിറ്ററിനകത്ത് ഇത്ര മില്ലി, അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ഫിഷ് അമിനോ ആസിഡ് ആണ്. ആസിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, പൊള്ളും എന്നുള്ളത്. അപ്പൊ ആസിഡിനെ നേർപ്പിക്കാനാണ് വെള്ളം ഒഴിക്കുന്നത്. അപ്പം 1 ലിറ്റർ വെള്ളത്തിനകത്ത് 2 മില്ലി കൂടുതൽ വരാൻ പാടില്ല പച്ചക്കറികൾക്കും ചെടികൾക്കും, ചെറിയ ചെടികൾക്കും ഒക്കെ. അതേസമയം നമുക്ക് നെല്ലിൽ 10 മില്ലി വരെ ഉപയോഗിക്കാം. എല്ലാ ക്രോപ്പിനും ഉപയോഗിക്കാം. നമുക്ക് മാവിലൊക്കെ ഈ ഇലമുറപ്പൻ പോലെയുള്ള സാധനങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാം തരം സാധനമാണ് ഫിഷ് അമിനോ ആസിഡ്. എഗ് അമിനോ ആസിഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് പോലെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു വളക്കൂട്ട് തന്നെയാണ് എഗ് അമിനോ ആസിഡ്. എഗ് അമിനോ ആസിഡിന് ഉണ്ടാക്കാൻ നമുക്കൊരു 5 മുട്ട, നല്ല കോഴിമുട്ട 5 മുട്ടയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഒരു 15 ചെറുനാരങ്ങയും, 5 മുട്ടയും 15 ചെറുനാരങ്ങയും. അപ്പൊ ഇത് നമ്മളൊരു നമ്മുടെ പാത്രത്തിൽ, പ്ലാസ്റ്റിക് ബക്കറ്റിലോ അല്ലെങ്കിൽ ഭരണിയിലോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കണ്ടെയ്നറിനകത്തിൽ, ഈ കണ്ടെയ്നറിനകത്ത് മുട്ട പൊട്ടിക്കാതെ തന്നെ കണ്ടെയ്നറിനകത്ത് വെക്കുക. അത് നിങ്ങൾക്കൊക്കെ വീഴത്തക്ക രീതിയിൽ നാരങ്ങ പിഴിതെടുക്കും. അത് പിഴിഞ്ഞൊഴിക്കുക. നാരങ്ങ പിഴിഞ്ഞെന്ന് പറയുമ്പോൾ എന്നിട്ട് 5 മുട്ടയ്ക്ക് 15, ഏകദേശം 15 നാരങ്ങ, നല്ല നീരുള്ള നാരങ്ങ മതിയാവും. അതിങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്ത് നിൽക്കണം എന്ന് മാത്രം. അങ്ങനെ വെച്ച് ഒരു 21 ദിവസം വെച്ചാൽ ഈ മുട്ടയുടെ തോട് തന്നെത്താൻ ദ്രവിച്ച് ഈ നമ്മുടെ നാരങ്ങ നീരിനകത്തിൽ കലർന്ന് ഒന്നാം തരം എഗ് അമിനോ ആസിഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതും ഈ പറഞ്ഞ പോലെ 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിലാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് ഈ പച്ചക്കറികൾക്കും ഒക്കെ. ഇത് ഈ പറഞ്ഞ രീതിയിലൊരു കീടനാശിനിയാണ്, അതേസമയം ഒരു കുമിൾനാശിനിയാണ്, അതേപോലെ ഒരു വളമാണ്, ഹോർമോണുമാണ്. അപ്പം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു കൂട്ടുകളൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കാൻ നമ്മൾ കൃഷിക്കാർ ശ്രദ്ധിച്ചാൽ കൃഷി നന്നാവും. നമ്മുടെ കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു സാധനമാണ് ജീവാമൃതം. അമൃതം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ, അമരത്വം നൽകുന്നത്. അപ്പൊ സസ്യങ്ങളെ സംബന്ധിച്ച് അമരത്വം നൽകുന്ന ഒരു സാധനമാണ് ജീവാമൃതം. ജീവാമൃതം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവാമൃതത്തെ കുറിച്ച് ആദ്യമായിട്ട് പറയുന്ന കൃഷിഗീതയിലാണ്. കൃഷിഗീത എന്ന് പറഞ്ഞാൽ പരശുരാമൻ എഴുതിയ ഒരു പുസ്തകമാണ്, ആദ്യത്തെ കൃഷി പുസ്തകമാണ്. കൃഷി പുസ്തകത്തിൽ പറയുന്ന ഒരു കൂട്ടാണ് ജീവാമൃതം. സസ്യങ്ങളുടെ ജീവന് അമൃതമായി വർത്തിക്കുന്ന ഒരു മരുന്നാണ്. മരുന്നെന്നോ ഔഷധമെന്നോ അതല്ലെങ്കിൽ വളമെന്നോ ഹോർമോണെന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം. അപ്പം ജീവാമൃതം ഉണ്ടാക്കാൻ വേണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോ പച്ചച്ചാണകം, 1 ലിറ്റർ ഗോമൂത്രം, പിന്നെ നമ്മൾ കൃഷി ചെയ്യുന്ന കൃഷിഭൂമിയിൽ ഒരു കൈക്കുടന്ന മണ്ണ്, അതേപോലെ നമുക്ക് പയറുപൊടി ഒരു 100 ഗ്രാം പയറുപൊടി, 100 ഗ്രാം ശർക്കര, പിന്നെ വേണ്ടത് നമുക്ക് പാളയംകോടൻ പഴം. ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ നമ്മളൊരു പാത്രത്തിൽ ആദ്യം ചാണകം ഇടുക,
ചാണകത്തിന്റെ മുകളിൽ നമ്മൾ പിന്നെ നമ്മുടെ മണ്ണിടുക. മണ്ണിന് ശേഷം നമ്മൾ പയറുപൊടി ഇടുക. പയറുപൊടിക്ക് ശേഷം നമ്മുടെ ശർക്കര ഇടുക. ഇത് നന്നായിട്ട് കുഴയ്ക്കുക, നല്ലപോലെ കുഴയ്ക്കുക. കുഴച്ചതിന് ശേഷം നമ്മൾ പിന്നെ പഴവും കൂടെ ഞെരടുക. പാളയംകോടൻ എന്ന് പറഞ്ഞ പഴം എന്ന് പറഞ്ഞാൽ ഒരു കിലോ പഴം വേണം. ആ 1 കിലോ പഴം എന്ന് പറഞ്ഞാൽ പഴുത്ത് അളിഞ്ഞതായിരിക്കണം. നമ്മൾ എഡിബിൾ കണ്ടീഷൻ കഴിഞ്ഞിട്ട് തിന്നുന്ന പരുവം കഴിഞ്ഞിട്ടുള്ള പഴമാണ്. അത് ഞെവിടി ഇതുമായിട്ട് ചേർക്കുക. ചേർത്തതിന് ശേഷം വേണം 1 ലിറ്റർ ഗോമൂത്രം ഒഴിക്കാൻ. നമ്മൾ ഇതൊക്കെ കുഴച്ചതിന് ശേഷം കൈ വടിച്ചിങ്ങെടുക്കുക. ഗോമൂത്രം ഒഴിക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ നാറ്റം വരും. അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ ഗോമൂത്രം ഒഴിക്കുക. ഗോമൂത്രം ഒഴിച്ചിട്ട് കമ്പ് കൊണ്ട് ഇളക്കുക. കമ്പ് കൊണ്ട് ഇളക്കിയിട്ട് ഒരു 10 ലിറ്റർ വെള്ളം കൂടെ ഒഴിക്കുക. നന്നായിട്ട് ഇളക്കുക. അത് നമ്മൾ ഒരു 21 ദിവസം വെക്കുക. 21 ദിവസം വെച്ചതിന് ശേഷം 90 ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് നമുക്ക് പച്ചക്കറികളിലെ ഗ്രോ ബാഗുകളിലെ അടുക്കളത്തോട്ടത്തിലെ കൃഷികൾക്കൊക്കെ ഉപയോഗിക്കാം. ഈ പറഞ്ഞ പോലെ ഒരു അമൃതാണ്, സസ്യങ്ങളുടെ അമൃതാണ് ജീവാമൃതം. അപ്പോൾ തീർച്ചയായിട്ടും ജീവാമൃതവും കൂടി നമ്മൾ ഉണ്ടാക്കി ഉപയോഗിക്കുന്നത് നന്നായിരിക്കും.